മാസ്റ്റർബേഷൻ ശരിയാണോ അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ ഒരു സിന്നാണോ? ഞങ്ങൾ മെഡിക്കൽ സയൻസിൽ സൈക്കോളജിയിൽ മാസ്റ്റുർബേഷൻ ഇസ് നോർമൽ ആയിട്ടുള്ള പ്രവൃത്തിയാണ്. ഇന്ന് മാത്രമല്ല അതിൻ്റെ ബെനിഫിറ്റുകളുണ്ട്. ഈ ഡെയിലി മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് ഡെയിലി മാസ്റ്റുർബേറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല, ഡെയിലി മൾട്ടിപ്പിൾ ടൈം മാസ്റ്റുർബേറ്റ് ചെയ്യുന്നതാണ് പ്രശ്നമുണ്ട്. എന്താണ് ഓർഗാസം എന്നൊരു ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞത് എങ്ങനെയായിരിക്കും? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരിക്കലും നിൽക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്ലഷർ ഫ്യൂ സെക്കൻഡ് നിൽക്കണത്. ജനറലി ആയിട്ട് പുരുഷനത് അറിയാൻ പറ്റും, ജാക്കുലേഷൻ നടന്നു അപ്പോൾ ഓർഗാസം ഉണ്ടായിരുന്നു. സ്ത്രീയെ സംബന്ധിച്ച് ആവറേജ് ഒരു 20 മിനിറ്റ്സ് എങ്കിലും ടൈം കൊടുക്കണമെന്ന് പറയുന്നത്. സ്ത്രീ ശരിക്കും വെള്ളമാണ്, പതുക്കെ 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 ചൂടായി പോട്ടായി വരുള്ളൂ. പുരുഷൻ അഗ്നിയാണെന്ന് പറയുന്നത്, പെട്ടെന്ന് ചൂടായി കത്തിത്തീരുമെന്ന് പറയണേ. ചില ആളുകൾ പറയുന്നുണ്ട് ഈ LGBTQ എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള പ്രശ്നമാണെന്ന്. ശാരീരികമായിട്ടുള്ള ഒരു ഹോർമോണൽ നോർമൽ ആയിട്ടൊരു അവസ്ഥയാണ്. അത് ഒരു അബ്നോർമൽ അല്ല, അവരെ സംബന്ധിച്ച് നോർമൽ ഫോർ ദം. ഈ ബിഗ് ബോസ് ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നപ്പോഴാണ് ആദില നൂറ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു, ലെസ്ബിയൻ കപ്പിൾസ്. അപ്പൊ ആ സമയത്ത് ആളുകൾ ചോദിച്ചു, നമ്മൾ നോർമലി മനുഷ്യന്മാർ ചെയ്യുന്ന പോലെ ഇവർക്ക് സെക്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടാബും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സെക്സ് ചെയ്യുമ്പോൾ ഇവർക്ക് ഇൻഫെക്ഷൻ ഡിസീസുകൾ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. കാതൽ എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടിന്റെയും ജിയോ ബേബിന്റെയും സിനിമയുണ്ട്. ആ സിനിമയില് മമ്മൂട്ടി എന്ന നടൻ ഗേ ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് അഭിനയിക്കുന്നത്. പക്ഷെ വളരെ നീണ്ട കാലത്തെ ദാമ്പത്യവും അദ്ദേഹം നയിക്കുന്നുണ്ട്. കല്യാണം കഴിച്ച് കുട്ടിയാക്കേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ട്. അത്തരത്തിലുള്ള കേസസ് ഡോക്ടറിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ? സൊസൈറ്റിയും വീട്ടുകാരെയും ബന്ധുക്കാരെയും കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫോഴ്സ് കാരണം കല്യാണം കഴിച്ചിട്ട് ലൈഫ് തകരാറായ ഒത്തിരി കേസുകളുണ്ടായി.